ഹലോ ഗൈസ്. സോ ഇന്ന് ഞാൻ യൂട്യൂബിൽ നോക്കി പഠിച്ച കാര്യമാണ് ന്യൂറോ സയൻസ് ഓഫ് സ്ലീപ്പ്. സോ ബേസിക്കലി ഇതിലെന്താ പറയുന്നത് വെച്ചാൽ സ്ലീപ്പിന് രണ്ട് സ്റ്റേജ് ഉണ്ട്. സ്ലീപ്പിന് രണ്ട് സ്റ്റേജ് ഉണ്ട്. ഒരു സ്റ്റേജാണ് റാപ്പിഡ് ഐ മൂവ്മെൻറ്റ് സ്ലീപ്പ്, മറ്റേ സ്റ്റേജാണ് നോൺ റാപ്പിഡ് ഐ മൂവ്മെൻറ്റ് സ്ലീപ്പ്. ഫസ്റ്റ് നമുക്ക് നോൺ റാപ്പിഡ് ഐ മൂവ്മെൻറ്റ് സ്ലീപ്പ് വെക്കാം. എന്താണെന്ന് വെച്ചാൽ ഫസ്റ്റ് സ്റ്റേജ് ഉണ്ട്, ഇതിനകത്ത് 3 സ്റ്റേജ് ഉണ്ട്. ഫസ്റ്റ് സ്റ്റേജ് ഇതാണ് ഡോസിങ്, ലൈറ്റ് ഡോസിങ്. ഇതിൻ്റെ നമ്മളിപ്പം ക്ലാസ് വെക്കാൻ തുടങ്ങുമ്പോൾ പെട്ടെന്ന് വിളിച്ച് എണീക്കത്തില്ലേ, ആ സ്ലീപ്പ് സ്റ്റേജാണിത്. ഇതിൻ്റെ നമ്മുടെ മസിലൊക്കെ റിലാക്സ് ആവും, പിന്നെ നമുക്ക് പെട്ടെന്ന് തന്നെ എണീക്കാനും പറ്റും. കിടന്ന് ഉറങ്ങിയ അത്ര പോകത്തില്ല, അത്ര ഡീപ് സ്ലീപ്പ് ആകത്തില്ല. അതാണ് ഫസ്റ്റ് സ്റ്റേജ്. സെക്കൻഡ് സ്റ്റേജാണ് ലൈറ്റ് സ്ലീപ്പ്. ഇതിനകത്ത് നമ്മുടെ ബോഡി ടെമ്പറേച്ചർ ഡ്രോപ്പ് ആവും, പിന്നെ നമ്മുടെ ഹാർട്ട് റേറ്റില്ലേ അതിരിക്കുന്നത്, അതിൻ്റെ റേറ്റ് കുറയും. എന്നിട്ട് നമ്മൾ ഉറങ്ങുന്നതെന്ന് വെച്ചാൽ നമ്മുടെ നമ്മൾ ഈസി എടുക്കുന്നില്ലേ, എന്ന് വെച്ചാൽ നമ്മുടെ ഹാർട്ടിൻ്റെ വേരിയേഷൻ എടുക്കുന്നില്ലേ, അതുപോലെ നമ്മുടെ ബ്രെയിനിൻ്റെ വേരിയേഷൻ നമുക്ക് എടുത്ത് നോക്കാൻ പറ്റും. അപ്പം നമുക്ക് ഇങ്ങനെ കാണാൻ പറ്റും. അതിനകത്തൊരു വേവ് ഉണ്ട്, സ്ലീപ്പ് സ്പിൻഡിലും പിന്നെ കെ കോംപ്ലക്സ് എന്ന് പറയുന്നത്. ഇത് വരുമ്പോഴാണ് നമ്മുടെ എക്സ്റ്റേണൽ സ്റ്റിമുലസ് എന്ന് വെച്ചാൽ ഉറക്കത്തിൽ നമ്മൾ തട്ടിയാന്നും അറിയത്തില്ലാതെ അത് ഈ വേവ് വരുന്നതാണ്. എന്ന് വെച്ചാൽ സ്ലീപ്പ് സ്പിൻഡിലും കെ കോംപ്ലക്സും വരുന്നതാണ്. സോ അതാണ് ഈ ലൈറ്റ് സ്ലീപ്പ് സ്റ്റേജ് 2 നടക്കുന്നത്. പിന്നെ നമുക്ക് മെമ്മറി കോൺസോളിഡേഷൻ എന്താണെന്ന് വെച്ചാൽ നമ്മൾ അന്ന് നടന്ന കാര്യങ്ങളൊക്കെ മെമ്മറിയിലോട്ട് ഇപ്പം നമുക്ക് വേണ്ടപ്പെട്ടവരാണെങ്കിൽ മറ്റേ പെർമനൻറ്റ് മെമ്മറിയും, അല്ലാത്ത കാര്യമൊക്കെ ഷോർട്ട് മെമ്മറി അങ്ങനെ പോകും. അതാണ് സ്റ്റേജ് നടക്കുന്നത്. പിന്നെ നമുക്ക് ഇതായിരിക്കും നമ്മളെ സ്ലീപ്പ് സൈക്കിളിൽ ഏറ്റവും കൂടുതൽ നമ്മൾ നടക്കാൻ പോകുന്നത്. സോ ഇതായിരിക്കും നമ്മുടെ രാത്രി ഏറ്റവും കൂടുതൽ നേരിടുന്ന സ്ലീപ്പ് സൈക്കിളായിരിക്കും ഇത്. അടുത്തതാണ് സ്റ്റേജ് 3 എന്ന് വെച്ചാൽ നോൺ റാപ്പിഡ് ഐ മൂവ്മെൻറ്റ് സ്ലീപ്പിലെ സ്റ്റേജ് 3 ആണ് ഡീപ്പ് സ്ലീപ്പ്, അതായത് സ്ലോ വേവ് സ്ലീപ്പ്. ഇവിടെ ആയിരിക്കും നമുക്ക് എണീക്കാൻ ഏറ്റവും പാട്. പിന്നെ നമ്മുടെ ബ്രെയിൻ വേവ് സ്ലോ ആയിരിക്കും. എന്ന് വെച്ചാൽ നമ്മുടെ ബ്രെയിനിൻ്റെ അകത്തുള്ള വേവ്, ഞാൻ പറഞ്ഞില്ലേ ആ ECG പോലത്തെ ആ വേവ് ഏറ്റവും സ്ലോ ആയിരിക്കും. പിന്നെ ഇവിടെ ആയിരിക്കും നമ്മുടെ മസിലിലൊക്കെ റിപ്പയർ നടക്കുന്നത്. വെച്ചാൽ മസിൽ റിപ്പയർ, ടിഷ്യൂ ഗ്രോത്ത്, പിന്നെ ഇമ്മ്യൂൺ ഫങ്ഷൻ, ഗ്രോത്ത് ഹോർമോൺ റിലീസ്, അങ്ങനത്തെ കാര്യങ്ങൾ ഇവിടേക്ക് നടക്കുന്നത്. പിന്നെ ഇതായിരിക്കും നമ്മുടെ ഫിസിക്കലി ബെസ്റ്റ് ആവാനുള്ള ഫിസിക്കലി നമ്മൾ കിടന്നിട്ട് എണീക്കുമ്പോൾ പെട്ടെന്ന് ക്ഷീണം വരുന്നത് അത് ഇതില്ലാത്തതാണ്. പിന്നെ ഉള്ളതാണ് ഇതാണ് നോൺ റാപ്പിഡ് ഐ മൂവ്മെൻറ്റിൻ്റെ 3 സ്റ്റേജസ്. പിന്നെ ഉള്ളതാണ് റാപ്പിഡ് ഐ മൂവ്മെൻറ്റ് സ്ലീപ്പ്. സോ ഇതിൻ്റെ അകത്ത് നമ്മൾ ഓൾമോസ്റ്റ് ബീയിങ് അവേക്കാണ്. ഇതിൻ്റെ അകത്താണ് നമ്മൾ പിന്നെ സ്വപ്നമൊക്കെ കാണുന്നത്. ബട്ട് നമ്മുടെ ബോഡി ഒരു ടെമ്പററി പാരാലിസിസിലോട്ട് പോകും. എന്ന് വെച്ചാൽ നമ്മൾ സ്വപ്നമൊക്കെ കാണും, ബട്ട് നമ്മൾ അതിൻ്റെ അകത്ത് നമ്മൾ സ്വപ്നം കണ്ടാലും നമ്മൾ സ്വപ്നത്തിൽ സംസാരിക്കാൻ കഴിയത്തില്ല, പക്ഷേ നമ്മൾ പുറത്തോട്ട് വരത്തില്ല. അതാണ് ഈ ബോഡി പാരാലിസിസ് കൊണ്ട് നടക്കുന്നത്. പിന്നെ ഇതും മെമ്മറി കോൺസോളിഡേഷനും പിന്നെ ലേണിങ്ങിനും ഇമോഷണൽ പ്രോസസ്സിങ്ങിനും ഒക്കെ കീ ഫീച്ചറാണ് റാപ്പിഡ് ഐ മൂവ്മെൻറ്റ് സ്ലീപ്പ്. പിന്നെ സ്ലീപ്പ് എങ്ങനെ നടക്കുന്നത് വെച്ചാൽ നമ്മൾ ആദ്യം കിടക്കുമ്പം ആണ് ഫസ്റ്റ് നോൺ റാപ്പിഡ് ഐ മൂവ്മെൻറ്റ് സ്ലീപ്പിൻ്റെ ഫസ്റ്റ് സ്റ്റേജായ ലൈറ്റ് ഡോസിങ് അതിൽ പെടുന്നത്. എന്നിട്ട് ആ സൈക്കിൾ കഴിഞ്ഞിട്ട് അടുത്ത സൈക്കിളിലോട്ട് പോകും ലൈറ്റ് സ്ലീപ്പ്. അത് കഴിഞ്ഞിട്ട് ഡീപ് സ്ലീപ്പിലോട്ട് പോകും. അത് കഴിഞ്ഞിട്ടാണ് റാപ്പിഡ് ഐ മൂവ്മെൻറ്റ് സ്ലീപ്പ്. ഇവിടെയാണ് നമ്മൾ സ്വപ്നം കാണുന്നത്. ഇത് ഒരു സൈക്കിൾ, അത് കഴിഞ്ഞിട്ട് വീണ്ടും ഒരു സൈക്കിൾ എന്ന് പറഞ്ഞാൽ ഈ 4 വരും. അതുപോലെ ഒരു സൈക്കിളിൻ്റെ ടൈം എന്ന് വെച്ചാൽ 90 to 110 മിനിറ്റ്സ് എന്ന് വെച്ചാൽ 90 to 110 മിനിറ്റ്സ് ഉണ്ട്. അപ്പം നമ്മളൊരു 5 മണിക്കൂർ ഉറങ്ങുവാണെങ്കിൽ 5-6 സൈക്കിൾ കിട്ടും. സോ ഇപ്പം 6-7 മണിക്കൂർ ഉറങ്ങുവാണെങ്കിൽ 5-6 സൈക്കിൾ കിട്ടും. സോ ഇപ്പം നമ്മൾ കുറച്ച് ഉറങ്ങുവാണെങ്കിൽ ആ സൈക്കിൾ കുറയും. അതുകൊണ്ടാണ് നമ്മൾ രാവിലെ എണീക്കുമ്പോൾ എക്സോസ്റ്റ് ആയിട്ട് കഴിയുന്നത്, നമുക്ക് ക്ഷീണം വരുന്നത്. അതുകൊണ്ടാണ് നമ്മൾ കോളേജിൽ കിടക്കുമ്പം നമുക്ക് പെട്ടെന്ന് തന്നെ അത്രയും ഇത് വരാത്തത്. സോ ഇന്ന് ഞാൻ ഇതിനെപ്പറ്റി വിളിച്ച് കാരണം നിങ്ങളോട് പറഞ്ഞു വിചാരിച്ചു. അപ്പോൾ നടക്കണം.